എന്താ ഇതിനകത്ത്? ഇവിടത്തെ ജോലിക്കാരോ മറ്റോ ആണോ? ചേട്ടാ, ഞങ്ങൾ ഇതിനകത്ത് പെട്ടുപോയതാ. നോക്ക്, ഇവൾക്ക് തീരെ വയ്യ. ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തിക്കണം. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ എന്തിനാടി ഇതിനകത്ത് കയറിയത്? പറയടി, സത്യം പറയണം. കക്കാൻ കയറിയതല്ലേ നിങ്ങൾ? അയ്യോ അല്ല, ഞാനൊരു പോലീസുകാരിയാ. പോലീസുകാരിയാ? ചേട്ടാ, എങ്ങനെയെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒന്ന് സഹായിക്കണം. പ്ലീസ്, ചത്തുപോകുന്ന കരുതിയവരെ ഞങ്ങള്. അപ്പോഴാ ദൈവദൂതനെ പോലെ നിങ്ങൾ വന്ന് കയറിയത്. ദൈവദൂതനോ? ഞാനിവിടെ വന്നത് നിങ്ങളെ രക്ഷിക്കാനൊന്നുമില്ല. ഞാൻ വന്നത് എനിക്ക് വേറെ ഉദ്ദേശമുണ്ട്. അതിവിടെ ഉണ്ടോന്ന് ആദ്യം നോക്കട്ടെ. ഇല്ലെങ്കിലേ ഞാനായിരിക്കും ആദ്യം നിങ്ങളെ കൊല്ലുന്നത്. നന്ദിനി, ഇയാളാള് കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറങ്ങണം. അയാൾ വന്ന വഴിയില്ലേ, അതാ നമ്മുടെ അവസാനത്തെ ആശ്രയം. നമ്മളെ സഹായിക്കാൻ അയാൾ തയ്യാറായില്ലെങ്കിൽ അയാളെ ഇടിച്ചു വീഴ്ത്തിയിട്ടായാലും നമുക്ക് പുറത്തേക്ക് കടക്കണം. ചേട്ടാ, ഒന്ന് വന്നേ. ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ ഫോണില്ലേ? അതൊന്ന് തന്നേ. ഞങ്ങള് ആരെങ്കിലും ഒന്ന് വിളിച്ചോട്ടെ. ഫോണല്ലേ? ഫോണൊക്കെ ഉണ്ട്. ചേട്ടാ, ഒരു പോലീസുകാരിക്ക് ഫോൺ തന്നിട്ട് വേണം ഞാൻ അകത്താനല്ലേ? ചേട്ടാ, ചേട്ടന് ഒരു പ്രശ്നവും വരില്ല. ചേട്ടാ, ഞാൻ പ്രഗ്നന്റാ. എനിക്ക് ഒട്ടും വയ്യ. ഞങ്ങളെ ഒന്ന് രക്ഷിക്ക. എനിക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടേ തനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. എന്നാ എങ്ങനെ ഇറങ്ങുമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താടി, എന്നെ അടിച്ചു വീഴ്ത്താനുള്ള പരിപാടിയാണോ? മര്യാദക്ക് മാറിയെന്നോ, അല്ലെങ്കിൽ രണ്ടിനും കൊന്നിട്ടായിരിക്കും ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. നേരെയില്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ രണ്ടിനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ പോവില്ലായിരുന്നു. ഇനി എന്താ വേണ്ടേന്ന് എനിക്കറിയാം. മഞ്ജു, എങ്ങനെയെങ്കിലും കയറകത്തേക്ക് എടുക്കണം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. എനിക്കൊട്ടും വയ്യ. എനിക്കിനി ഒന്നിനും വയ്യ. നോക്ക്, നിനക്ക് ജീവിക്കണ്ടേ? നിനക്ക് നിന്റെ കുഞ്ഞിന്റെ മുഖം കാണണ്ടേ? നമുക്ക് പുറത്തിറങ്ങിയേ പറ്റൂ.
ആ അകത്തുണ്ടല്ലോ അല്ലേ? ആ ഞാൻ അകത്തോട്ട് കയറി വരാം. കിട്ടിയോ? ആ പിന്നെ കിട്ടാതെ ദാ കാണ്. കണ്ട അവന്മാരെ ഫ്രീസിംഗ് പ്ലാന്റ് ഒരിക്കലും തുറക്കൂലെന്ന് കരുതിയതാ ഞാൻ. എന്തോ ഭാഗ്യത്തിന് ഞാൻ ചെല്ലുന്ന സമയം ആയപ്പോഴേക്കും അവന്മാര് പൊട്ടിപ്പോയി. പിന്നെ വെന്റിലേഷൻ അടിച്ച് പൊളിച്ചിട്ടാ ഞാൻ അകത്ത് കയറിയത്. ഇന്ന് വൈകുന്നേരം നമുക്ക് ഇവിടുന്ന് പോകണം. ഇനി ഒരിക്കലും നമ്മൾ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അണ്ണാ ആ പ്ലാന്റിനകത്ത് ചെന്നപ്പോ അതിനകത്ത് 2 പെണ്ണുങ്ങളുണ്ട്. ചാവാറായി കിടക്കാ അവര്. പക്ഷേ 2 നല്ല സുന്ദരികളാ. അതിനകത്തോ?